എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ +2ന്റെ പൈത്തൺ പാണ്ടാസിലെ ഡാറ്റ ഫ്രെയിമിൽ പാർട്ട് 8 ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെലക്ട് ഓർ ആക്സസ് ഡാറ്റ ഫ്രം ഡാറ്റ ഫ്രെയിംസ് നമ്മൾ പഠിച്ചു. അതിൽ 4 ഓപ്ഷൻസ് നമ്മൾ പഠിച്ച് കോളം നെയിം വഴി ഇങ്ങനെ സെലക്ട് ചെയ്യാം, ഡോട്ട് നൊട്ടേഷൻ ഉപയോഗിച്ച് എങ്ങനെ സെലക്ട് ചെയ്യാം, ലോക്ക് ആൻഡ് ഐ ലോക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ എടുത്തു നോക്കാം, എങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 5th ഓപ്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, യൂസിങ് സ്ലൈസിങ്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സീരീസിൽ സ്ലൈസിങ് പഠിച്ചിട്ടുണ്ട്. സ്ലൈസിങ് എടുക്കുമ്പോൾ ഇൻഡെക്സ് റോ ആണ് 0, 1, 2, 3. അപ്പോൾ 0 മുതൽ 3 എന്ന് പറഞ്ഞാൽ 3 ലാസ്റ്റ് ആ 3 എടുക്കത്തില്ല, 2 വരെയായിരിക്കും നമുക്ക് എടുക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൗസ്, കീബോർഡ്, സ്കാനർ, ഹെഡിങ് ഉള്ള ഒരു ഡാറ്റ ഫ്രെയിം. ഇതിൽ പ്രിന്റ് DF ഓഫ് 1:3. 1:3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ റോസ് 0. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി റോയ്, 2 മാർച്ച്, 3 നമുക്ക് ലാസ്റ്റ് നമുക്ക് നമ്പർ എടുക്കത്തില്ല. അപ്പോൾ 1ഉം 2ഉം ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സീരീസിലും പഠിച്ചത്. നെക്സ്റ്റ് ആണ് ഇൻഡിവിജ്വൽ വാല്യൂ. ഇൻഡിവിജ്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും, ഇതാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിം, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ആ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 മെത്തേഡിൽ നമുക്കിത് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡാണ് പ്രിന്റ് DF ഡോട്ട് സ്കാനർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ DFല് സ്കാനറിൽ ഇത് നമുക്ക് 0, ഇതാണ് 1, 280 DF ഡോട്ട് സ്കാനർ ഓഫ് 1. അതാണ് ഇത് നമുക്ക് നെയിം മെത്തേഡ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്കാനർ എന്നാണ് നമ്മുടെ ഹെഡിങ്ങിന്റെ പേര്. ഇനി ഇപ്പോൾ കീബോർഡ് ആണെങ്കിൽ കീബോർഡ് ഓഫ്, ഇപ്പോൾ 2 ആണെങ്കിൽ 0, 1, 2, 190 അങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന ഓപ്ഷനാണ് അറ്റ് എന്ന് പറഞ്ഞാൽ ആക്സസ് എ സിംഗിൾ വാല്യൂ ഫോർ എ റോ ഓർ കോളം ലേബൽ പെയർ. അതായത് ലേബൽ വെച്ചിട്ട് നമ്മൾ ലോക്ക് പഠിച്ചതുപോലെ തന്നെ അറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ലേബൽ, ആ നെയിം വെച്ചിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ DF ഡോട്ട് അറ്റ് ഓഫ് ഫെബ് സ്കാൻ. ഫെബ് എന്ന് പറഞ്ഞ ഫെബ്രുവരി, അതിൽ സ്കാൻ ഫെബ് എന്ന റോയില് സ്കാനറിന്റെ വാല്യൂ 280 ആണ്. ഇനി നമുക്ക് ഇപ്പോൾ മാർച്ചിൽ കീബോർഡ് ആണെങ്കിൽ മാർച്ച് റോയില് കീബോർഡ് 190. I80 എന്ന് പറഞ്ഞാൽ നമ്മൾ ഐലോക്ക് പോലെ തന്നെയാണ്. I80 അറ്റ് ലേബൽ നെയിം. I80 എന്ന് പറഞ്ഞാൽ ആക്സസ് എ സിംഗിൾ വാല്യൂ ഫോർ എ റോ ഓർ കോളം പെയർ ബൈ ഇൻഡിജർ പൊസിഷൻ. നമുക്ക് ഇൻഡിജർ പൊസിഷൻ ആയിരിക്കും, അതായത് 0, 1, 2, 3. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന DF ഡോട്ട് I80 ഓഫ് 1,2. 1,2 എന്ന് പറഞ്ഞാൽ 0, 1 ഫെബ്രുവരി. നമുക്ക് ഫസ്റ്റ് നമുക്ക് റോയാണ്, സെക്കൻഡ് നമുക്ക് കോളമാണ്. ഇനി കോളം എടുക്കുമ്പോൾ 0, 1, 2. അപ്പൊ സ്കാനർ ഫെബ്രുവരിയിൽ സ്കാനർ 280. 2:2 ആണെങ്കിൽ 0, 1, 2 മാർച്ചിലായിരിക്കും. അപ്പൊ 330 വരും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഡാറ്റ ഫ്രെയിമിൽ നമുക്ക് റോസോ കോളംസോ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഫങ്ഷൻസ്, അതിന്റെ മെത്തേഡ്സ് ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലോക്കും ഐലോക്കും പഠിച്ചു. ലോക്ക് എന്ന് പറഞ്ഞാൽ ലേബൽ നെയിമാണ്, ഐലോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡിജർ എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ നെയിം, ഇന്റേണൽ മാർക്ക്, ആനുവൽ എക്സാം ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാറ്റ ഫ്രെയിം. ഈ ഡാറ്റ ഫ്രെയിമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് DF ഡോട്ട് ഐലോക്കോ 0:2, 0:2. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ലോക്കും ഐലോക്കും പഠിച്ചപ്പോൾ സിംഗിൾ റോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. റോ കോളംസ് ആണെങ്കിൽ നമ്മൾ കോളൻ കോമ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു റേഞ്ച് ആണെങ്കിൽ നമുക്ക് കോളൻ ഉപയോഗിക്കണം. ഇപ്പോൾ ഉണ്ടോ 0:2. ഇത് ഫസ്റ്റ് എന്ന് പറയുന്ന റോയുടെയാണ്, ഇത് കോളത്തിന്റെ. അപ്പൊ ഇത് റേഞ്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ DF ഡോട്ട് ഐലോക്കോ 0:2 എന്ന് പറഞ്ഞ ഫസ്റ്റ് റോയാണ്. അപ്പോൾ 0, 1, 2 എടുക്കത്തില്ല. അതുപോലെ തന്നെ കോളം ഉപയോഗിക്കുമ്പോഴും 0:2. അപ്പോൾ 0, 1 ആനുവൽ എക്സാം എടുക്കത്തില്ല. ഈ 2 റോസും ഈ 2 കോളവുമാണ് നമുക്ക്
ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇതൊരു ഡാറ്റ ഫ്രെയിം ആണ്. അതിൽ ഫസ്റ്റ് ചോദിക്കുന്നത് കൺസിഡർ ദ എബവ് ഡാറ്റ ഫ്രെയിം ആൻഡ് പ്രിഡിക്ട് ദ ഔട്ട്പുട്ട്. ഈ ഡാറ്റ ഫ്രെയിം വെച്ചിട്ട് നമ്മളോട് ഔട്ട്പുട്ട് പ്രിഡിക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിന്റ് df.iloc ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ iloc 1 0 1, അപ്പോൾ ഫെബ്രുവരി, അതിൽ 2 മൗസ് കീബോർഡ് സ്കാനറിലെ 280 ആയിരിക്കും അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ df.loc ഓഫ് ഫെബ് സ്കാനർ, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണിത്. ഫെബ് സ്കാനർ, അതുപോലെ ഫെബ്രുവരി സ്കാനർ 280. പിന്നെ നമ്മളോട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുക, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന കീബോർഡ് ഓഫ് 190, കീബോർഡ് ഓഫ് 190, 190 എബവ് ഉള്ളത് ഡേറ്റാസ്, അതായത് റോസ് ഫുള്ള് പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ യൂസ് ചെയ്യണം പ്രിന്റ് df ഓഫ് കീവേഡ്. ഡാറ്റാ ഫ്രെയിമിൽ കീവേഡ് എന്ന കോളംസിൽ 190 എബവ് ഉള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പം നമ്മൾ നോക്കുക, അതിൽ നമുക്ക് 200 ഉണ്ട്, 300 ഉണ്ട്. അപ്പോൾ 200 300 ഡേറ്റാസ് ആയിരിക്കും. ആ റോ ഫുള്ള് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ df അതിനുള്ളിൽ വേണം നമുക്ക് കീബോർഡ് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അറേ മെത്തേഡാണ്. നമ്മൾ പറയുകയാണ് സ്കാനറിൽ 250 അല്ലെ 250 എബവ് ആണെങ്കിൽ ഈ 3 റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രിന്റ് df.iat ഓഫ് 2,1. 2,iat എന്ന് പറയുന്ന നമ്മൾ സാധാരണ കേസിൽ അത് ഇൻറ്റിജർ പൊസിഷനാണ് എടുക്കുന്നത്, iloc പോലെ തന്നെ. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 0 1 2, 2ൽ 1 0 1, ഇതാണ് 190. അതായത് 0 1 2 ഫസ്റ്റ് റോയാണ് 2, ഇത് കോളമാണ് 1, അപ്പോൾ 0 1 190 ആയിരിക്കും. നമുക്ക് എൻ്റെ ആൻസർ 190 ആയിരിക്കും. ഇനി കൺസിഡർ ദി എബവ് ഡാറ്റ ഫ്രെയിം ആൻഡ് ഫൈൻഡ് ഔട്ട് എറർ ഇൻ ദ ഫോളോയിങ് കോഡ് ഫ്രാഗ്മെന്റ്. ഇതിൽ നമുക്ക് എന്താണ് എറർ കണ്ടുപിടിക്കണം. df.loc ഓഫ് 2,2. ഒരിക്കലും നമ്മൾ ലോക്കിൽ നമ്മൾ ഇൻറ്റിജർ നമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല, നമ്മൾ ലേബൽ നെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2,2 എന്ന് പറഞ്ഞാൽ 012 മാർച്ച് 012 സ്കാനർ, അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, df.iloc ഓഫ് 0:2 എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു iloc നമ്മൾ റേഞ്ച് കൊടുക്കുമ്പോൾ സെമിക്കോളൻ യൂസ് ചെയ്യാറില്ല, നമ്മൾ കോളൻ യൂസ് ചെയ്യണം. 0:2,1, അതായത് 0 മുതൽ 2 എന്ന് പറഞ്ഞാൽ 1 വരെയും 0 1 റോസ് എടുക്കും. പിന്നെ 1, ഇത് കോളമാണ്. പിന്നെ കീബോർഡിന്റെ കോളം മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. നെക്സ്റ്റ്, df.at 1 അറ്റ് നമ്മൾ ലേബലായിട്ട് നമ്മൾ കൊടുക്കുന്ന, ഒരിക്കലും നമുക്ക് ഇൻറ്റിജർ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ df.at 1 എന്ന് പറഞ്ഞാൽ 0 1, അതായത് നമുക്ക് കീബോർഡ് 200 ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അത് അറ്റ് ഓൾസോ റിക്വയർഡ് കോളം നെയിം, നമ്മൾ കോളം നെയിമാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ഫോളോയിങ് കോഡ് ലൈൻസ് ഇൻ യുവർ വേർഡ്സ്. വാട്ട് ഇറ്റ് വിൽ ഡു. df.iloc ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ആക്സസ് റോ ഇൻഡെക്സ് ഫ്രം 0 to 2. എക്സ്ക്ലൂഡ് 2 എന്ന് പറഞ്ഞാൽ 2 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യരുത്, 0യും 1ഉം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൻ്റെ ഓൾ കോളംസ് ഓഫ് ഡാറ്റ, എല്ലാ കാരണം ഇവിടെ കോമ കഴിഞ്ഞ് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ എല്ലാ കോളംസും ഡിസ്പ്ലേ ചെയ്ത് വരും. df.loc ഓഫ് മൗസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോക്ക് ഉപയോഗിച്ചപ്പോൾ കോളം ആണെങ്കിൽ ഫസ്റ്റ് കോളം നമ്മൾ യൂസ് ചെയ്യണം. ഇറ്റ് വിൽ ആക്സസ് മൗസ് ഡാറ്റ വിത്ത് ഓൾ റോസ്. മൗസ് എന്ന കോളത്തിന്റെ എല്ലാ ഡേറ്റാസും ഡിസ്പ്ലേ ചെയ്ത് വരും. df.iloc ഓഫ് 2,0 എന്ന് പറഞ്ഞാൽ ആക്സസ് ദ വാല്യൂ ലൊക്കേറ്റഡ് അറ്റ് റോ ഇൻഡെക്സ് 2, അതായത് മാർച്ച്, ആൻഡ് കോളം ഇൻഡെക്സ് 0. നമുക്ക് മാർച്ചും 0യും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. 0 എന്ന് പറയുമ്പോൾ മൗസ്. നെക്സ്റ്റ്, അതായത് iloc 012 മാർച്ച്, പിന്നെ 0 മൗസ് 300, അതായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്.
നെക്സ്റ്റ് df ഡോട്ട് ഐലോക്കോ 0:2,0:1 എന്ന് പറഞ്ഞാൽ ഇത് റോസ് ആണ് 0 1 ആ 2 റോയും 0:1 എന്ന് പറയുന്നത്. അപ്പോൾ 0 മാത്രം കോളം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരത്തുള്ളൂ. കാരണം മൗസിൻ്റെ കോളം മാത്രമേ ഡിസ്പ്ലേ, കാരണം നമ്മുടെ റേഞ്ച് വന്നിരിക്കുന്ന 1 അപ്പോൾ കീബോർഡ് ഡിസ്പ്ലേ ചെയ്ത് വരത്തില്ല. അപ്പോൾ 0 മുതൽ 1 ഇത് നമുക്ക് 0 മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്തുള്ളൂ. df ഡോട്ട് ഐലോക്കോ 0:2 ഇങ്ങനെ 0:2 കൊടുക്കുമ്പോൾ ആക്സസ് ഓൾ റോസ് ആൻഡ് കോളം ഇൻഡെക്സ് 2, അതായത് കോളൻ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അറിയാം നമ്മൾ കോളംസ് നമുക്ക് പ്രിന്റ് ചെയ്യാണ് കോളൻ കൊടുക്കുന്നത്. അപ്പോൾ 0:2 എന്ന് പറഞ്ഞാൽ കോളം ഇൻഡെക്സ് 2, അതായത് 0 1 2, അതായത് സ്കാനറിലെ എല്ലാ റോസും ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ. ഇനിയുണ്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ തീരാറാകുമ്പോഴത്തേക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഇടാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.